ഭൂമിയിൽ ദാനത്തിന് തുല്യമായി മറ്റൊരു സുഹൃത്തില്ല. ലോഭത്തിന് തുല്യമായി മറ്റൊരു ശത്രുവുമില്ല. ശീലത്തിന് സമമായി മറ്റൊരു അലങ്കാരമില്ല. സന്തോഷത്തിന് തുല്യമായി മറ്റൊരു ധനമില്ല എന്നാണ് സുഭാഷിത ശ്ലോകം. ദാനം കൊണ്ടുണ്ടാകുന്ന പുണ്യം ഒരാളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. തനിക്കുള്ള വിഭവങ്ങളെ അതില്ലാത്തവനുമായി പങ്കുവയ്ക്കുക എന്നത് വളരെ പുണ്യകരമായ ഒരു പ്രവൃത്തിയാകുന്നു. ദാനം ചെയ്യുന്നതിനനുസരിച്ച് ഒരാളുടെ സമ്പത്ത് വർദ്ധിക്കുന്നു. തനിക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതെ അതിൽ അഹങ്കരിച്ചു കഴിയുന്നതാണ് ലോഭം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നാണ് ഇത്. എല്ലാ നന്മകളെയും അത് നശിപ്പിക്കും. ലോകത്തെ ഏറ്റവും വലിയ ധനമാണ് സന്തോഷം. ബാക്കി എന്തൊക്കെ ധനം കയ്യിലുണ്ടെങ്കിലും സന്തോഷമെന്ന ധനമില്ലെങ്കിൽ ആ ജീവിതം വെറുതെ തന്നെ. ധാർമ്മിക പ്രവൃത്തികളിലൂടെ സന്തോഷമെന്ന ധനത്തെ നേടിയെടുക്കുവാൻ കഴിയും. തുടർന്ന് ഗുരുവചനം കേൾക്കാം. കൃഷി ചെയ്യണം. കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല്ല്. ശ്രീനാരായണ ഗുരുദേവൻ. ഇനി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാപരാധ ക്ഷമാപണ സ്തോത്രത്തിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. നഗ്നോ നിസ്സംഗശുദ്ധസ്ത്രിഗുണ വിരഹിതോ ധ്വസ്തമോഹാന്ധകാരോ നാസാഗ്രന്യസ്തദൃഷ്ടിർവിദിതഭവഗുണോ നൈവ ദൃഷ്ട കദാചിത് ഉന്മന്യാവസ്ഥയാ ത്വാം വിഗതഗതിമതി ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. നഗ്നോ നിസ്സംഗശുദ്ധസ്ത്രിഗുണ വിരഹിതോ ധ്വസ്തമോഹാന്ധകാരോ നാസാഗ്രന്യസ്തദൃഷ്ടിർവിദിതഭവഗുണോ നൈവ ദൃഷ്ട കദാചിത് ഉന്മന്യാവസ്ഥയാ ത്വാം വിഗതഗതിമതി ശങ്കരം ന സ്മരാമി ക്ഷന്തവ്യോ മേ പരാധ ശിവ 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 ഭോ ശ്രീമഹാദേവ ശംഭോ. സന്ധ്യാ